ദീപ്തി മേരി വർഗീസിനോട്. ദീപ്തി മേരി വർഗീസ്, ഇന്ന് ആറ്റിങ്ങലിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, അങ്ങ് രാജ്യസഭയിൽ രാജസ്ഥാനിൽ ഉണ്ടായിരുന്ന സീറ്റ് BJPക്ക് കൊടുത്തുകൊണ്ട് KC വേണുഗോപാൽ മത്സരിക്കാനായി ആലപ്പുഴയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നോക്കൂ ദീപ്തി മേരി വർഗീസ്, രാജസ്ഥാനിൽ ഇനി 2 വർഷം കൂടി KC വേണുഗോപാലിന് രാജ്യസഭാ സീറ്റുണ്ട്. രാജ്യസഭയിൽ BJPക്ക് ഇപ്പോൾ 117 സീറ്റായി, NDAക്ക് 4 സീറ്റുകൾ മാത്രമേ വേണ്ടൂ 121 മാജിക് നമ്പർ കടക്കാൻ. അപ്പോൾ BJPക്ക് രാജസ്ഥാനിലെങ്കിലും ഗുണകരമാകുന്ന രീതിയിലാണോ KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നത് എന്നത് ഒരു രാഷ്ട്രീയ പ്രചരണ വിഷയമായി CPM ഉയർത്തിക്കഴിഞ്ഞു. എന്താണ് മറുപടി? അത് സത്യത്തിൽ മുഖ്യമന്ത്രി അത്തരത്തിൽ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആകെ ലഭിച്ച ഒരു പാർലമെന്റ് സീറ്റ് കൂടി നഷ്ടമാകുമെന്നുള്ള വലിയ ഭയത്തോടെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. ആ ഭയത്തിൽ നിന്നാണ് ഇത്തരം നറേറ്റീവ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി തോന്നുന്നത്. നമുക്കൊരു കാര്യം അറിയാലോ, ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വർഗീയ ശക്തിക്കെതിരെ, BJP എന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തിക്കെതിരെ മത്സരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതിനകത്ത് കോൺഗ്രസിനോടൊപ്പം നിൽക്കേണ്ട CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ കോൺഗ്രസിന് എതിരെ മത്സരിക്കുകയാണ്. ഇവിടെ തന്നെ നമുക്കറിയാം, CPMന്റെ സ്ഥാനാർത്ഥി പട്ടിക എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള പട്ടികയാണ് വന്നിരിക്കുന്നത്. ഒരു തരത്തിലും ഒരു കോൺഫിഡൻസും ഇല്ലാതെയാണ് പല സ്ഥാനാർത്ഥികളെയും പല സ്ഥലങ്ങളിലും നിർത്തിയിരിക്കുന്നത്. അതിനൊക്കെ പല പല അജണ്ടകളുണ്ട്. അത് ചർച്ചയുടെ അടുത്ത ഭാഗത്ത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. പക്ഷേ ഇത് KC വേണുഗോപാൽ ഇവിടെ മത്സരിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെയാണ് കാണുന്നത്. ആലപ്പുഴയിൽ അദ്ദേഹത്തിന് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന പൂർണ്ണ ബോധ്യം പാർട്ടിക്കുണ്ട്. ആ ബോധ്യം ഒരു പരിധിവരെ മുഖ്യമന്ത്രിയെ അലോസരപ്പെടുത്തുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾ 100% കോൺഫിഡൻസിലാണ്. ഇത്തവണ 19 അല്ല 20 സീറ്റും UDFനായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പല സ്ഥലങ്ങളിലും LDF സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് പലരെയും വെട്ടുന്നതിന് വേണ്ടി കൂടിയാണ് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ തന്നെ വടകരയിൽ ശൈലജ ടീച്ചറിനെ നിർത്തിയിരിക്കുന്നത്. ശൈലജ ടീച്ചറിനോടുള്ള മുഖ്യമന്ത്രിയുടെ അപ്രോച്ച് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ കഴിഞ്ഞ ജനസദസ്സിൽ പോലും അവർക്കെതിരെയും അവരുടെ ഭർത്താവിനെതിരെ പോലും വളരെ രൂക്ഷമായ വാക്കുകൾ കൊണ്ട് വിമർശിച്ച മുഖ്യമന്ത്രി എന്തിനായിരിക്കും MLA ആയിരിക്കുന്ന ശൈലജ ടീച്ചറിനെ അവിടെ മത്സരിപ്പിക്കുന്നത്? അതിനൊക്കെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ CPMന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-മാരെ എടുത്തു നോക്കിയാൽ ഏറ്റവും ഒരു മുഖ്യമന്ത്രിയാകുവാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു പേരായിരുന്നു ശൈലജ ടീച്ചറിന്റേത്. അവരെ മന്ത്രി പോലും ആക്കാതെ മാറ്റി നിർത്തുകയും ഇപ്പോൾ അവരെ MLA പോലും ആക്കാതെ എങ്ങനെയെങ്കിലും വടകരയിൽ മത്സരിപ്പിച്ച് അവരെ താറടിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. കാര്യം വടകരയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏറ്റവും ശക്തമായ പൊളിറ്റിക്സ് ആയിരിക്കും. ഞാൻ പറയുന്നത് ഈ 20 നിയോജക മണ്ഡലങ്ങളിലും ഏറ്റവും ശക്തമായ പൊളിറ്റിക്സ് വരാൻ പോകുന്നത് വടകരയിലായിരിക്കും. കാരണം TP ചന്ദ്രശേഖരന്റെ വധം, അതിനോടനുബന്ധിച്ചുള്ള കേസുകൾ, ഇപ്പോൾ വന്നിരിക്കുന്ന കോടതി വിധികൾ, അതിനോടനുബന്ധിച്ച് തന്നെ സിദ്ധാർത്ഥ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കൊലപാതക രാഷ്ട്രീയം, ഇതെല്ലാം ചർച്ച ചെയ്യാൻ പോകുക. കാര്യം അവിടെ നിൽക്കുന്നത് ശൈലജ ടീച്ചറിനെതിരായി നിൽക്കുന്നത് ഷാഫി പറമ്പിലാണ്. അതുപോലെ തന്നെ ഓരോ നിയോജക മണ്ഡലങ്ങളും എടുത്തു നോക്കൂ, എറണാകുളം എടുത്തു നോക്കൂ, ആലപ്പുഴ എടുത്തു നോക്കൂ, എടുത്തു നോക്കൂ, എല്ലാവർക്കും പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു ലിസ്റ്റാണ് CPM പുറത്തിറക്കിയിരിക്കുന്നത് എന്നാണ്. എന്നാൽ നോക്കൂ, മറുഭാഗത്ത് ഒരേ ഒരു സിറ്റിംഗ് MP മാത്രമാണ്, വിജയിച്ച സിറ്റിംഗ് MP മാത്രമാണ് സ്വന്തം മണ്ഡലത്തിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ആ രീതിയിൽ പത്മജ കോൺഗ്രസ് ക്യാമ്പ് വിട്ടുപോയതോടുകൂടി കോൺഗ്രസിൽ ഒരു വളരെ പെട്ടെന്ന് തിടുക്കപ്പെട്ട് ഒരു എമർജൻസി ഓപ്പറേഷൻ നടത്തി എന്നൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാമെങ്കിലും വടകരയിൽ നിന്ന് മുരളീധരൻ തൃശ്ശൂരിലേക്ക് മാറിയത്, ഒരു സിറ്റിംഗ് MP മണ്ഡലം മാറിയത് ആത്മവിശ്വാസക്കുറവിന്റെ പ്രതിഫലനമല്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ദീപ്തി, അല്ല, അത് ഏത് രീതിയിൽ വേണമെങ്കിലും പറയാലോ. കാരണം CPMനെ സംബന്ധിച്ച് അങ്ങനെ വേണമെങ്കിൽ ഒരു നരേറ്റീവ് ഉണ്ടാകാം, അല്ലെങ്കിൽ BJPയെ സംബന്ധിച്ച് അത്തരത്തിൽ പറയാം. ഇപ്പൊ BJPയുടെ ഒരു ധാരണ എന്ന് പറയുന്നത് പത്മജ എന്ന് പറയുന്ന വ്യക്തി BJPയിലേക്ക് വന്നതോടെ അവിടെ എന്തോ വലിയ സംഭവം നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയം വീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം എന്താണ് പത്മജയെന്നും പത്മജ എന്തായിരുന്നു ഇക്കാലം അത്രയും പൊതുരാഷ്ട്രീയത്തിൽ ചെയ്തതെന്നും എവിടൊക്കെ നിന്ന് വിജയിച്ചുവെന്നും എവിടൊക്കെ നിന്ന സ്ഥലങ്ങളിലെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത്. നോക്കൂ, കോൺഗ്രസ് കൊടുത്ത എല്ലാ സീറ്റുകളും വിജയിക്കുന്ന സീറ്റുകളായിരുന്നു. പത്മജയ്ക്ക് വിജയിച്ചുകൊണ്ടിരുന്ന സീറ്റുകളായിരുന്നു. ആ സീറ്റുകൾ ഒരു തവണയല്ല 3 തവണ
മത്സരിച്ച് വിജയിക്കാൻ പറ്റാത്ത, അത്ര പോലും ജനകീയതയില്ലാത്ത ഒരു വ്യക്തിയെ കുറിച്ചാണ് BJP ഇപ്പോൾ പൂവിട്ട് പൂജിക്കുന്നത്. അവര് പിന്നെ ഈ പറഞ്ഞ പോലെ പുഷ്പാർച്ചന നടത്തിയാണ് തിരുവനന്തപുരത്തൊക്കെ അവരെ സ്വീകരിച്ചത്. അപ്പൊ ഞങ്ങൾക്ക് അതിൻ്റെ അകത്തൊന്നും ഞങ്ങളത് വലിയൊരു കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല. പത്മജ പോയി എന്നുള്ളത് എന്താണ് അതുകൊണ്ട് അവർക്കുണ്ടാകാൻ പോകുന്ന ഗുണം എന്നൊക്കെ ഉള്ളത് BJPക്കാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പറഞ്ഞതിനെ ശക്തമായ ഭാഷയിൽ തനിക്ക് വിമർശിക്കാൻ അറിയാം. പക്ഷേ നാളെ കെ മുരളീധരനെ മുരളീധരൻ ജി എന്ന് വിളിക്കേണ്ടി വരുമോ എന്നൊരു ആശങ്കയുണ്ടെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാണ് തൃശ്ശൂരിൽ കെ മുരളീധരനായി മത്സരിക്കാൻ പോകുന്നത്. ശോഭാ സുരേന്ദ്രന്റെ ഒക്കെ BJPയിലെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ കഴിയില്ല, നിൽക്കക്കള്ളിയില്ലാതെ ഓടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളത്. എത്ര തവണ സംസ്ഥാന പ്രസിഡന്റിനെതിരെ പ്രസ്താവന നടത്തിയ വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ. അവർക്കൊരു സ്ഥാനാർത്ഥിത്വം കിട്ടാൻ എത്ര പ്രയാസപ്പെടേണ്ടി വന്നു കഴിഞ്ഞ തവണ. അപ്പൊ അങ്ങനെയൊക്കെ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് നിങ്ങൾ പോയി മാധ്യമങ്ങൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറഞ്ഞു എന്നതിലപ്പുറം അവരൊക്കെ സത്യത്തിൽ ഇതിനൊക്കെ എതിരാണ്. ഈ BJPയിൽ തന്നെ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. BJPയിൽ തന്നെ വലിയ ഒരു വിഭാഗം, നിങ്ങൾക്ക് അരുൺകുമാറിനൊക്കെ വളരെ കൃത്യമായിട്ട് അത് അറിയായിരിക്കും, BJPയിൽ തന്നെ വലിയ ഒരു വിഭാഗം പത്മജയെ ഇവിടെ കൊണ്ടുവരുന്നു, ഇത്ര വലിയ സ്വീകരണം കൊടുക്കുന്നു, അതിന് മാത്രം എന്താണുള്ളത് എന്നൊക്കെ പറയുന്ന വലിയൊരു വിഭാഗം അതിൻ്റെ അകത്തുണ്ട്. സ്വന്തം പാർട്ടി ഇത്രയും കാലം BJPയിൽ പ്രവർത്തിച്ചിട്ട് ശക്തമായ പ്രവർത്തനം നടത്തിയിട്ട് ശോഭാ സുരേന്ദ്രന് പോലും നിൽക്കക്കള്ളിയില്ലാത്ത ഒരു പാർട്ടിയിലേക്കാണ് പത്മജ പോയിരിക്കുന്നത്. പിന്നെ പത്മജ പോയതിന് കാരണങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാതിരുന്നത്. ഒന്ന്, കെ മുരളീധരൻ വളരെ കൃത്യമായി പറഞ്ഞു, മറ്റൊരു ഘട്ടത്തിൽ ചർച്ച ആവശ്യപ്പെടുന്നു. പക്ഷേ പത്മജ നമ്മുടെ ചർച്ചയിൽ പ്രധാനപ്പെട്ട വിഷയമേ അല്ല. കാര്യം പത്മജയ്ക്ക് 3 തവണയും പത്മജയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കിട്ടിയപ്പോഴും മുൻപത്തെക്കാളും വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ട ചരിത്രമാണ് പത്മജയുടേത്. Debate with Arun Kumar.